ആടി അതന്നെ ഞാൻ പറയുന്നത്. എന്റെ ചെറിയ മരുവോൾ അതാ ഇന്നെ കഴിച്ചിട്ടേ ഉള്ളൂ ഓൾക്ക്. ഈ നോക്കിക്കോണ്ട് ഇനി ഓളെ ഇന്നെ നോക്കുള്ളൂ, മൂത്തോളം എന്തായാലും ഇന്നെ നോക്കൂല. പിന്നെ അത് മാത്രല്ലടി, നല്ല പണ്ട് മുതലൊക്കെ ആയിട്ടാ വന്നിക്കണത്. ഇജ്ജ് കാണണ്ടീന്ന് മളയെ, ഓളെ മേത്തുള്ളൊരു സ്വർണം കണ്ണ് മഞ്ഞളിച്ച് പോവും, അത്രയും സ്വർണം. അത് ഈ വില കൂടിയ സമയത്തും കൂടി ഓളെ പെരക്കാരെ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര മുതലുള്ള ആൾക്കാരേക്കാരം ഓല്. എന്റെ മകൻക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യാണ് അത്. ആ മൂത്ത മരുവോൾ അന്ന് എന്തൊരു 10 പവനല്ലേ കൊടുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് അത് കെച്ചും ചെയ്തിക്കും. പിന്നെ ഓള് പറയണത് പെരപ്പണിക്ക് കുറച്ച് പണ്ട് ഓള് തന്നീലേ, ആ സൈഡൊക്കെ ഒന്ന് തേക്കാനൊക്കെ. അത് മാത്രമേ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു 5-6 പവന്റെ സ്വർണം. ബാക്കിയൊക്കെ എവിടെ? ഒരു 4 പവന് ഓളെ മേത്തുണ്ടായിരുന്നത് അത് കാണാൻ തന്നെ ഇല്ല ഇപ്പൊ. ഇന്റെ മകൻക്ക് ഓരോ ബിസിനസ് തുടങ്ങാനാണ് അറിഞ്ഞിട്ട് കൊടുത്തതാണ് അപ്പൊ ഓള് പറയണത്. നോണ പറയണേ, ഓളെ പെരക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവും അത്. എന്റെ മകനൊന്നും സ്വർണ്ണായിട്ടൊന്നും കളിക്കൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ചെറിയ മരുമകൾക്ക് എന്റെ മകൻ എടുക്കാത്ത? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ തന്നെ ഉള്ളു, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ മളെ, ഓളെ പെരേക്കോളുണ്ട് വിളിക്കുട്ടാ, ഇമ്മ നിക്ക് അത് തിന്നാൻ ഇഷ്ടാണ്, ഉമ്മ നിക്ക് അത് വാണക്ക് ഇത് വാണെന്ന് പറയുമ്പോത്തിന് ഓര് കൊടുന്നു കൊടുക്കണടി. ഞാൻ അന്തം വിട്ടു. നമ്മൾ പോലും നമ്മളെ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കൂല. ഷവർമ്മ വാണ്, ഷവായ വാണ്. ഓനെന്തായാലും ഗൾഫിക്ക് പോയില്ല, അപ്പൊ പിന്നെ ഓക്ക് പൂതിയുള്ളത് ഓളെ പെരക്കാരെ കൊണ്ട് കൊഞ്ചിക്ക. അപ്പൊ ഷവർമ്മ വാണ്, ഷവായ വാണെന്ന് പറയുമ്പോത്തിന് ഇവര് കൊടുന്നു കൊടുക്കണം. അതിക്ക് മന്തി ഉണ്ടാവും, ചിലപ്പോ കുബൂസ് ഉണ്ടാവും, എന്തെല്ലാം സാധനങ്ങളാച്ചിട്ട് അവിടെ കൊടുന്ന് മറിക്കണത്. പിന്നെ വെട്ടി വിഴുങ്ങാൻ എന്റെ മൂത്ത മരുവോളെ കഴിച്ചിട്ട് ഇനി വേറെ ആരും ഇല്ലൂട്ടാ. അതെന്നെ പറഞ്ഞത്. എന്തായാലും വേണ്ടില്ല മളെ, നല്ല രീതിയിലൊന്ന് പോയാ മതി. പിന്നെ നിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് കേട്ടോ. ഓളത്ത് 2 ചെയിനൊക്കെ ഉണ്ട്, അതിലെന്തായാലും നിക്കൊന്നും തരാതിരിക്കൂല. പിന്നെ ഉണ്ടല്ലോ, അമ്മായിയമ്മമാർക്കൊക്കെ പണ്ടിട്ട് കൊടുക്കണ ഒരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ വളെങ്കിലും കിട്ടും, എനിക്ക് ഉറപ്പാ. വലിയ വലിയ കടകൻ വളകളാണ് ഓളെ മേത്തൊക്കെ ഉള്ളത്. എന്നെ പറഞ്ഞത്. ഇനിയിപ്പൊ എന്തായാലും ഞാനേ അതിനെന്തെങ്കിലും വേണോന്നൊക്കെ ഒന്ന് ചോദിച്ചോക്കട്ടെ. അതിന് തിരുമ്പാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വാങ്ങിയിട്ടേ മറ്റോളെടുത്ത് കൊണ്ടു കൊടുക്കട്ടെ, ഓള് ചേച്ചട്ടാ അതൊക്കെ. ഇജ്ജ് ഒരു ദിവസം വരുമുണ്ട് ഇങ്ങോട്ട് ഓളെ കാണാനിട്ടാ. ഇജ്ജ് കല്യാണത്തിനോ വന്നില്ല, നല്ല രസമുള്ള ഒരു കുട്ടിയാണ്. എന്നാ ആയിക്കോട്ടെടി, ഞാൻ പിന്നെ വിളിക്കാം. കുറച്ച് പണിയോട്, ഓൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഓളെ മരുവോളെ പറ്റിട്ട് ഇങ്ങനെ പൊക്കി പറഞ്ഞിരുന്നല്ലോ, അയക്കും കിട്ടി നല്ലൊരു മരുവോളെ. ഓളെ മരുവോള് അങ്ങനെയാണ്, ഓളെ മരുവോള് ഇങ്ങനെയാണ്. ഇപ്പൊ ഓളേക്കായി നല്ല മരുവോളെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലതാ. കുഞ്ഞോളെ, അന്റെ എന്തേലും തിരുമ്പാണ്ടെങ്കിൽ എടുത്താ. ഇജ്ജിപ്പോ 2 ദിവസം മുന്നല്ലേ പറഞ്ഞിരുന്നു തിരുമ്പാണ്ട്, ആ വലിയ ഡ്രസ്സ് എന്തായിട്ട് ആണ്ട് എടുത്ത്. ഞാൻ കുഞ്ഞുമോനെ കൊണ്ട് തിരുമ്പിച്ചോളാം, അങ്ങോട്ട് തന്നാളാ. വേണ്ടമ്മ, ഞാൻ തിരുമ്പിക്കോണ്ട്. താത്താനെ കൊണ്ട് ചെയ്യിപ്പിക്കാറിന അത് മോശല്ലേ. എന്താ ഓള് തിരുമ്പിച്ചിട്ട്? ഓളെ കയ്യുമ്മത്തെ വളമൊന്നും ഊരി പോരൊന്നുമില്ല. ഇജ്ജ് അങ്ങോട്ട് കാട്ടിക്ക. ഇജ്ജ് തിരുമ്പിയാ ശരിയാവൂല. എന്നെ കൊണ്ട് പോയി ഞാൻ ചെയ്യിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ പെരക്കാരെന്താ വിചാരിക്കുക? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ അധികം ദിവസം കൂടി ആയിട്ടില്ല. പിന്നെ അത് മാത്രല്ല, വളമൊന്നും ഓളത് ഊരി പോരാൻ മാത്രമേ ഓളെ കജ്ജുമ്പൊന്നും വളമില്ല, ഫുള്ള് ഗ്യാരണ്ടിയാണ്. അന്റേത് അങ്ങനെയല്ലല്ലോ, ഫുള്ള് സ്വർണ്ണല്ല. അതൊക്കെ കല്ലുമ്മ തട്ടിട്ട് ഞെളുങ്ങ് എന്തേലും ചെജ്ജു. ഇജ്ജ് അങ്ങോട്ട് കാട്ടെ, ഓളെടുത്ത് കൊടുക്ക. അല്ലമ്മ, അത് കല്ലുമ്മ ഒന്നിട്ട് തിരുമ്പാൻ പറ്റൂല, വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റൂല, അത് ഒലുമ്പി എടുക്കാനേ പറ്റുള്ളൂ. അതിമ്മ നിറച്ച് കല്ലിന്റെ വർക്കൊക്കെ ഉണ്ടേ, അപ്പൊ അത് പോവും. ഞാൻ ചെയ്തോളാം. വാഷിംഗ് മെഷീനിൽ ഇടണ്ട. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എന്തായാലും ഓള് തിരുമ്പലും ഇല്ല ഇവിടെ. ഞാൻ ഓളെ കൊണ്ട് അതിലൊന്നും തിരുമ്പിക്കലില്ല. ഇനി അന്റെ എന്തേലും ഉണ്ടെങ്കിലൊക്കെ ജയിലിട്ടാ മതി. ഇജ്ജിപ്പൊ ഉള്ളത് ഇങ്ങോട്ട് കാട്ട. ഓള് ഒലിമ്പിട്ടോളൂ. അതില് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കംഫർട്ടൊക്കെ മുക്കിയിട്ട് ഓള് ഒലിമ്പിട്ടോളൂ. അത് തന്നാളാ. അത് ബക്കറ്റിൽ ഇട്ടേച്ചിട്ടുണ്ട് ഞാൻ. ആയിക്കോട്ടെ, ഞാൻ എടുത്തോളാട്ടാ. എന്നിട്ട് ഇജ്ജ് ഒരു പാത്ത അവിടെ ഇരുന്നോ.
എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ എടുത്തു കൊടുന്നേരണ്ട. അല്ലെങ്കിൽ താത്താനോട് പറഞ്ഞാൽ മതി, അപ്പൊ ഓള് കൊടുന്നോളൂ കേട്ടാ. ആയിക്കോട്ടെ. സമാധാനായി. അപ്പൊ എങ്ങനെ ഞാൻ തിരുമ്പാന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴാണ് അമ്മായിമ്മാന്റെ എൻട്രി. അത് നടക്കും. കുറച്ച് പണ്ടും മുതലൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് ജീവിക്ക അവിടെ. ഒരു പണിയും ചെയ്യണ്ട, സമാധാനം. ആ കുഞ്ഞുമ്മ, ആ പാത്രം കൊടുത്തോട്, അരിടാള് ഞാൻ തരാം. ഇങ്ങോട്ട് എടുത്തോട്. നേരമില്ല, നേരെ എത്ര അയക്കുന്ന വെച്ചിട്ടാ? ഈ നേരം വരെ ആയിട്ട് ഈ പെരന്റെ ഉള്ളിൽ പണികളൊന്നും തീർന്നിട്ടില്ലല്ലോ. ഇങ്ങോട്ട് എടുക്കാ പാത്രം. ആദ്യമ ചോറും കറിയൊക്കെ അയക്കണ്. എല്ലേതും ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇതിപ്പോ നല്ല കഥ. എന്ന് മുതലാ ഒറ്റക്ക് എടുത്ത് വെക്കാനൊക്കെ ആയത്? ഇന്നലെ വരെ ഞാനല്ലേ എല്ലാ സാധനങ്ങളും കൊടുത്താ തന്നിരുന്നത്. എന്നോട് ആരെന്നെടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞ് ചെറുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അരി കൂടുതലേക്കാര. അതിപ്പോ നിങ്ങള് നീക്കാൻ നേരം വെക്കിയില്ലേ? ഞാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ നീക്കും ചെയ്തിക്കണ്. അപ്പൊ നീച്ചപ്പോ തന്നെ വേഗം അടുക്കളത്തെ പണികളൊക്കെ കണ്ട് കഴിച്ചതാ. എന്നാ പണിയോളം കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് കുറച്ചേരം ഇരിക്കാലോചിച്ചിട്ട്. നിങ്ങള് പറയുന്ന പോലെ തന്നെ എന്നും എടുക്കണ അതേ രീതിയിൽ തന്നെ ഇന്നും ഞാൻ അരി എടുത്തുക്കണത്. ഒക്കെ ഇജ്ജാണ് തീരുമാനിക്കല. പണിയോള് നേരത്തെ കഴിഞ്ഞിട്ട് വേണമല്ലേ ആ ഫോണുമ്പോ ഒന്നാട് മലന്ന് കിടക്കാന്. അതൊന്നും ഇവിടെ എന്തായാലും നടക്കൂല. ഇത്രയും കാലം ഞാനാണ് എനിക്ക് അരിയും സാധനങ്ങളൊക്കെ എടുത്താൻ നിന്നത്. പിന്നെ എവിടുന്ന് എനിക്ക് ഇത്രക്ക് ധൈര്യം വന്നത് എടുക്കാന്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ ഇത് തുടരുത് എന്നുള്ളത്. ഞാനത് എടുത്തു തരും. വന്നാന്ന് വെക്കാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ ഞാനത് എടുത്തു തരും. അത് അതേപോലെ അവിടെ വെക്ക. ഇനി മേലില് ചുമ്മാതിരി ചെയ്യല് ചെയ്യ്. ഇതിപ്പോ വലിയ കഥ. എന്താ എന്റെ വിചാരം? എന്റെ പേരെന്ന് ആരെങ്കിലും കൊടുന്നു തരുന്നുണ്ട സാധനങ്ങൾ ഇങ്ങനെ നാസാക്കാന്? ഇന്റെ മകൻ നയിച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പൊ എനിക്ക് തന്നെ ബേജാറുണ്ടാവുള്ളൂ. അനക്ക് ബേജാറുണ്ടാവൂല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ആ കുഞ്ഞോളെ ഒരു ഡ്രസ്സ് ഉണ്ട് തിരുമ്പാന്. ഒന്ന് ആ കല്ലുമ്മ കൊണ്ടുപോയിട്ട് ഒന്നും തിരുമ്പിട്ടാ. തച്ച് തിരുമ്പോ ഒന്നും ചെയ്യണ്ട. അതില് നല്ല കല്ലും മുത്തൊക്കെ ഉള്ള അത്ര തേട്ടത്തിന്റെ ഇതിന്റെ ഡ്രസ്സാണ്. അത് ആ കല്ലും ഇട്ടുകാണ്ട് തച്ചിരുമ്പാനൊന്നും നിക്കണ്ട. ആ സോപ്പും പൊടി ഇട്ടിട്ട് ഒന്നുകൊണ്ട് കുത്തി ഒലിമ്പിയാ മതി. അതിന് മാത്രമുള്ള ചളി തന്നെ ഉണ്ടാവുള്ളൂ അതില്. ഞാൻ എന്തിനമ്മ ഓളതൊക്കെ തിരുമ്പണത്? ഓൾക്കൊന്നും തിരുമ്പിക്കൂടെ? എന്നാ വാഷിംഗ് മെഷീനിലെങ്കിലും ഓൾക്ക് ഇട്ടുകൊണ്ട് തിരുമ്പിയാ മതിയല്ലോ. ഇതിപ്പോ ഇന്റെ തിരുമ്പലും കഴിഞ്ഞിരിക്കണം. ഞാൻ രാവിലെ തന്നെ തിരുമ്പാനാ നിന്നത്. അല്ല, ഈ നേരത്തെ തന്നെ പണികളൊക്കെ കഴിച്ചിട്ട് തമ്പുരാട്ടിക്ക് എവിടേക്കെങ്കിലും പോവാണ്ടോ? ഇല്ലല്ലോ, ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അത്ര നേരത്തെ തിരുമ്പലും തുറക്കലൊന്നും ചേച്ചിയൊന്നും വേണ്ട. ഇനിയിപ്പോ കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അത് പോയിട്ടാണ് തിരുമ്പിട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് അതൊന്നും ശീലം. പിന്നെ ഇജ്ജ് ചെയ്തിട്ട് ഇപ്പൊ അന്റെ കജ്ജുമെന്ന് വളമൊന്നും ഊരി പോരാനൊന്നും ഇല്ലല്ലോ. അന്റെ മേത്ത് സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ലല്ലോ. ആ കുട്ടി എന്ന് പറഞ്ഞാലേ എത്ര ഉറുപ്പിന്റെ മുതലായിട്ട് കേറി വന്നതാ. അപ്പൊ അതിനൊക്കെ വേദനിപ്പിക്കാനൊന്നും പറ്റൂല. പണ്ടൊക്കെ കുഞ്ഞോന്റെ കല്യാണത്തിന് എടുത്തതല്ലേ. പെര പെയിന്റ് അടിക്കണം, പെര തേക്കണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അപ്പുറത്തെ സൈഡൊക്കെ തേക്കാൻ വേണ്ടിട്ടല്ലേ എന്റെ പണ്ടം കൊണ്ടുപോയി പണയം വെച്ചത്. നിങ്ങളും ഇക്കും കൂടി അല്ലേ കൊണ്ടുപോയി പണയം വെച്ചതൊക്കെ. പിന്നെ എന്തിനമ്മ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഇന്റെ പെരക്കാരും അത്യാവശ്യം പണ്ട് മുതലൊക്കെ തന്നിട്ടല്ലേ എന്നെ അങ്ങോട്ട് കൊടുന്നിക്കണത്. അങ്ങനെയൊക്കെ തന്നെയാണ്. അഞ്ചന്മാരെ കല്യാണത്തിന് ഏട്ടന്മാരെന്നെ സഹായിക്കാം. അത് വിചാരിച്ചിട്ട് ഒരു 5-6 പവനല്ലേ അടുത്തോട്ടുള്ളൂ. ബാക്കിയുള്ള പണ്ടൊക്കെ അവിടെ എന്റെ മാപ്പിളൊക്കെ വിറ്റ് തൊലച്ചീരെ. പിന്നെ എന്റെ പെരക്കാരധികം പണ്ടൊന്നും തന്നിട്ടില്ല. ആകെ 10 പവന്റെ പണ്ടാ തന്നത്. ഇന്നിപ്പോ ഒരു 5-6 പവൻ ഞാൻ എടുത്തു. എന്നാലും ബാക്കി കാണണല്ലോ. എവിടെ? ഒരു 10 പവനും കൊടുന്നിക്കണ്. എന്നിട്ട് പിന്നെ പണ്ടം കൊടുന്നിക്കണത്ര. ഇതൊക്കെ പണ്ടത്തിന് കൂട്ടുവോ? ആരതൊക്കെ പണ്ടത്തിന് കൂട്ടുക? സത്യം പറഞ്ഞ ഇന്റെ മേത്തന്നെ ഉണ്ടാവും 10 പവന്റെ പണ്ടം. ഞാൻ ഒന്നും പറയണില്ല. ഞാൻ പണിയോളോട് ചോദിച്ചൂട്, ആ പെണ്ണിന്റെ അവിടെ തിരുമ്പിട്ടൂട്. എന്നിട്ട് ആ പെണ്ണിന് എന്തെങ്കിലും തിന്നാനൊക്കെ കൊടുക്കണം. നേരത്തിന് തിന്നിട്ട് ശീലമുള്ളതാണ്. അന്നെ പോലെ നട്ടുച്ചക്കൊന്നും അല്ല തിന്നല്. നേരത്തിനും കാലത്തിനും നല്ല ഭക്ഷണം കഴിച്ചിട്ട് തന്നെ അത് വളർന്നിട്ടുണ്ടാവുക. നല്ല പോലെ കഞ്ഞി കുടിച്ചിട്ടൊന്നും വളർന്നാവൂല. ഞാൻ നോക്കൂട് പണിയോള്. ഇപ്പൊ അമ്മക്ക് ഇന്ന വേണ്ട. ഓളടുത്ത് കൈ അരച്ച് പണ്ടും മുതലൊക്കെ ഉണ്ടല്ലോ. അത് കിട്ടും വിചാരിച്ചിട്ടേ കറി ഇമ്മ എന്നെ ഒഴിവാക്കണത്. കുറച്ചോ ഇതിനൊക്കെ ഒരു ദിവസം കൊടുക്കും.
എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണാവനി. ഇതൊക്കെ ഒന്ന് മൂടിച്ചൂടെ നോക്ക്. എന്റെ റബ്ബേ, ഇന്നലെ കൊടുന്നു വെച്ച സാധനാണിത്. ഇതുവരെ ആയിട്ട് ഓളൊന്നും ഒഴിച്ചു വെച്ചിട്ടില്ല. ഇതാ നോക്ക് ഇത്ര തോന്നെ മല മറിക്കണ പണിയുള്ളത് ഇവിടെ. ഇതൊക്കെ ഞാൻ കുട്ടിക്ക് പുഴുങ്ങി കൊടുക്കാനൊക്കെ ഇന്നലെ ഞാൻ മേടിച്ചു കൊടുന്ന് വെച്ചതാണ്. അതിന് ഈ മുടുക പുഴുങ്ങിയതും ഇതൊക്കെ തന്നെ ശീല ഉണ്ടാവുള്ളൂ. ഓളെ പോലെ ചോറും ചാറൊന്നും തിന്നിട്ടൊന്നും വളർന്നതാവൂല. ഇതൊക്കെ ഒഴിച്ചേക്കട്ടെ. എന്റെ കയ്യെന്നെ എത്തണം ഇതിനൊക്കെ. ഇപ്പൊ മറ്റോളും കൂടി കണ്ടപ്പോ ഇവർക്ക് പണിയെടുക്കാൻ വെച്ച അതന്നെ. അല്ലപ്പോ വേറെന്താ. അല്ല മുടൊക്കെ വെക്കുന്നോർത്ത് തേങ്ങാമുടിയാ കൊടുന്നിച്ചിരുന്നത്. ഇപ്പൊ ഈ മാസം പൈസ ഒന്നും അയക്കുന്നത് കണ്ടില്ലല്ലോ. പെണ്ണുങ്ങളെ പേരിലേക്ക് അയച്ചു കൊടുത്തിരുന്നതാവും. എല്ലാ മാസവും ഇപ്പൊ എന്റെ പേരിൽ തന്നെ അല്ല അയക്കല്. ഓണം അതിന്റെ ഉള്ളിൽ അടിച്ചൊരു തുറക്കാൻ കയറിയിരിക്കണം. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാൻ പറയട്ടെ. പിന്നെ ഞാൻ മുടുക കയ്യിലാണ്ട് ഒഴിച്ചു വെച്ചിട്ട് ഇന്നലെ കൊടുന്ന് വെച്ച സാധനമാണല്ലോ. ഈ നേരം വരെ ആയിട്ട് അതൊന്നും ഒഴിച്ചു വെച്ചിട്ടില്ല. അത് അനക്ക് തിന്നാനുള്ളതല്ലല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ എടുത്ത് വെക്കാതിരുന്നിക്കണത്. ഞാൻ എന്തായാലും എടുത്ത് വെച്ചിക്കണ്. അതിന് ഇനി ഇതെടുത്ത് പൊരിച്ച് തിന്നാനും പുളിച്ച കഴിച്ച് തിന്നാനും നിക്കണ്ട. അതൊക്കെ കുഞ്ഞോൾക്ക് ഞാൻ കൊടുന്ന് വെച്ചതാണ്. ഓള് തിന്നോട്ടെ ഒക്കെ. പിന്നെ അടിച്ചൊരു തുറക്കുമ്പോ എന്താ ഈ ബെഡും കൂടി നല്ല വിരിച്ചിട്ട് കൊടുത്താൾ ഓൾക്ക്. അതൊക്കെ ഓളോട് തട്ടി കൂട്ടി വിരിച്ചോളല്ലോ. ഞാൻ ഇപ്പൊ അടിച്ചൊരു തുറക്കട്ടെ. ഓൾക്കൊന്ന് വിരിക്കാനുള്ളതല്ലേ ഉള്ളൂ അത്. ഓൾക്ക് അതൊന്നും ശീലുണ്ടാവില്ല. ഇപ്പൊ വന്നിട്ട് ആകെ 2 ആഴ്ചറ്റല്ലേ ആയിട്ടുള്ളൂ. ഓൾക്ക് അതൊന്നും ശീലുണ്ടാവില്ല. ഓള് പിന്നെ അത്യാവശ്യം പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. ഈ പെരയിലാവുമ്പോൾ ഓള് പഠിച്ചാൽ തന്നെ കാരം പോയിട്ടുണ്ടാവുക. അനക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ. അനക്ക് എല്ലാ പണികളും അറിയണല്ലേ. അപ്പൊ ഇജന്നെ ചെയ്താൽ മതി. വേണ്ട വെച്ചിട്ട് കൊടുത്താൽ ഓളൊരു ഭാഗത്ത് അവിടെ ഇരുന്നോട്ടെ. എന്ത് പറഞ്ഞാലും എല്ലായിനും ഒരു തർക്കൂത്തരം പറച്ചില്. ഓളത് വിരിച്ചെഴുതിട്ട് ഒരു ഭാഗത്ത് ഇരുന്നട്ടെ. എന്നിട്ട് ഇത് പഠിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചിരുന്നിട്ട്. ആ അല്ല താത്ത, ഉമ്മക്ക് എന്താ നിങ്ങളോട് ഇത്രക്ക് ദേഷ്യം? നിങ്ങൾ തീരെ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ വന്നേ മുതൽ ഉമ്മക്ക് എന്നോട് മാത്രമുള്ള സ്നേഹമൊക്കെ. അതുകൊണ്ട് ചോദിച്ചതാ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഇന്നെന്താ ഇങ്ങനെ ഇട്ട് കാട്ടണം എന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ. എന്റെ മാപ്പിളുടെ കല്യാണത്തിന് വേണ്ടിട്ടേ എന്റെ കുറച്ച് പണ്ടങ്ങളൊക്കെ എടുത്തിന്ന് വരും. ഇപ്പൊ പണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നെ വേണ്ട. പണ്ടുള്ള അന്നെ മതി. ഇപ്പൊ പണയം വെച്ചതാണ്. സ്വർണ്ണൊക്കെ കൂടെ എടുത്തിട്ട് പെര നേരാക്കണം, കല്യാണം നടത്താൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ പാവം എന്റെ മാപ്പിള വീട്ടിൽ നിന്നുണ്ടാ കടങ്ങളൊക്കെ. അതിന് പരാതിയൊന്നും ഇല്ല കേട്ടോ. ആ അനിയന്റെ കല്യാണത്തിന് വേണ്ടിട്ട് എടുത്തതല്ലേ. പക്ഷെ ഇപ്പൊ ഇമ്മക്ക് ഇന്നെ കണ്ടൂടാ. കാരണം എന്റെ അടുത്ത് ഇപ്പൊ പണ്ടൊന്നും മുതലൊന്നും ഇല്ല. പിന്നെ അത് മാത്രല്ല, എന്റെ പെരക്കാര് പറഞ്ഞാൽ അത്രയും പാവപ്പെട്ട പെരക്കാരാ. അങ്ങനെയല്ലല്ലോ. നല്ല വലിയ വീട്ടിൽ നിന്ന് വന്ന് അത്യാവശ്യം സ്വർണ്ണവും മുതലൊക്കെ ആയിട്ട് കേറി വന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇഷ്ടം സ്നേഹമൊക്കെ എന്നോട് ഉണ്ടാവും.
എനിക്ക് പണ്ട് മുതലില്ലാത്തോണ്ട് എന്നെ ഓൽക്ക് വേണ്ടാത്തത്. ഇരുന്നോ കഴിഞ്ഞിക്കോ. ആ കൊറച്ച് പണ്ട് മുതലൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ജീവിക്കായിന്നല്ലോ. ഇപ്പൊ ഒന്നുമില്ലാതെ വന്ന് കേറിയിട്ടല്ലേ. ഇന്റെ പെരക്കാരെന്തായാലും ഇന്നെ ഒന്നുമില്ലാതൊന്നും പറഞ്ഞേക്കൂല, എന്തെങ്കിലും ഒന്നും തരാതൊന്നും. അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് എന്റെ പെരക്കാർക്ക് അറിയാ. ഒക്കെ പറയുമ്പോ എന്തോ ഒരു പുച്ഛ എന്നോട്. 50 പവൻ എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യ, അതിപ്പോ ഈ വില കൂടിയ സമയത്ത്. ആ ഇമ്മ, തള്ളന്റെ വിചാരേ ഞാൻ തള്ളനെ നല്ല നോക്കുന്നാണ്. നിങ്ങൾ പറഞ്ഞു തന്ന ഐഡിയ ആണെന്നുള്ളതേ തള്ളക്ക് അറിയില്ലല്ലോ. പിന്നെ അത് മാത്രല്ല, സ്വർണം കണ്ടിട്ടുണ്ടെങ്കിലേ അവിടെ അത് മലന്നടിച്ചണ്ട് വീടും. പിന്നെ അത് മാത്രല്ലട്ടോ, എന്റെ ബെഡ്ഷീറ്റും അതേപോലെ എന്റെ റൂമിലുള്ള മാറാലിയും ഒക്കെ താത്താനെ കൊണ്ട് തട്ടിപ്പിച്ച് എനിക്ക് ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. തള്ളന്റെ വിചാരം ഞാൻ തള്ളനെ നല്ല നോക്കുന്നാണേ. നോക്കി കാണിച്ചു കൊടുക്ക. ഇക്കങ്ങോട്ട് വരട്ടെ, വന്നിട്ട് വേണം വേറെ താമസിക്കാന്. ഇങ്ങള് പറഞ്ഞ അന്ന് ഐഡിയ ഒക്കെ ഞാൻ ഇക്കാനോട് നല്ല പറ്റിയിരുന്നു. ആ പിന്നെ വേറെന്താ. ആ ഇമ്മ എപ്പളാ വന്ന്? ആ ഞാൻ വന്നിട്ടേ 10-40 കൊല്ലൊക്കെ ആയി. ഇത് ഇന്നെ പറ്റിക്കഴിഞ്ഞില്ലേ എത്രയും ദിവസം. ഞാൻ വിചാരിച്ചത് അയാൾക്ക് എന്നോട് നല്ല സ്നേഹക്കാരെന്നാ. ഞാൻ ഓളോട് പറയും ചെയ്ത്, ഓളെക്കായി നോക്ക ഇജാണെന്നുള്ളത്. അമ്മ പറഞ്ഞ പോലെ തന്നെ നല്ല എന്റെ മുന്നിൽ ഇജ്ജ് തകർത്താടിക്കണ്. അനി ഞാൻ സമ്മതിച്ചിക്കണ്. എന്താ ഇനി കുഞ്ഞുമോനെയും കൂടി തെറ്റിക്കാനുള്ള പരമാവധി ജിന്ന് തന്നെ നോക്കിയിരിക്കണ്. പടച്ചോനായിട്ടാണ് എനിക്കിപ്പോ ഇത് കേൾപ്പിച്ചത്. എന്നോട് ചോറ് തിന്നാൻ വേണ്ടിട്ട് വിളിക്കാൻ വന്നതാ ഞാന്. ഞങ്ങക്ക് ചോറും ഇല്ല, എനിക്കൊരു ചാറും ഇല്ല. എനിക്ക് ഓളന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലായടി. കുറച്ച് ദിവസമായിട്ട് ഞാൻ ആ പാവത്തിനെ നല്ല ഇട്ട് കഷ്ടപ്പെടുത്തിയിരിക്കണം അനക്കൊരാൾക്ക് വേണ്ടിയിട്ട്. അതിന്റെ പണ്ടം മൊത്തം ഞാൻ തന്നെ എടുത്തുക്കണത്. ഇവിടുത്തെ ഈ കാര്യങ്ങൾ നടക്കാനും എന്റെ മാപ്പയുടെ കല്യാണത്തിന് പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോ അതിന് വേണ്ടിയിട്ടും ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ അതിനെ തള്ളി പറഞ്ഞു അനക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇജ്ജ് ഇന്നെ മുതലാക്കിയില്ലേ. പടച്ചോൻ പോലും പൊറക്കൂലടി എന്നോടും എന്റെ അമ്മാനോടൊന്നും. നോക്കിക്കോളുണ്ടു. ഇജ്ജ് അധികം കാലം എന്തായാലും ഇതിന്റെ ഉള്ളിൽ വാഴുന്നുള്ള ആ പൂതി ഉണ്ടല്ലോ, അതും ഇജ്ജ് മനസ്സിൽ നിന്ന് മായിച്ചറിഞ്ഞാളാ. എന്റെ മകൻ ഇങ്ങോട്ട് വിളിക്കട്ടെ, അതിനുള്ളത് ഞാൻ പറഞ്ഞോളാം ഓനോട്. ആ ഇതാണിപ്പ എന്റെ മനസ്സിലിരിപ്പില്ലേ. കൈ നനയാതെ മീൻ പിടിക്കുക. ഇജ്ജ് കുറച്ച് പണ്ടും മുതലും കൊടുന്നിക്കണല്ലോ അതിനില്ലേ. ഞാൻ ഇപ്പൊ കൂടുതലൊന്നും ഞാൻ പറയണില്ല. നിന്റെ മകൻ എന്തായാലും ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യും, ഓനോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയും ചെയ്യും. ഇജ്ജ് നോക്കിക്കോളുണ്ടു. തള്ള ഇനിയിപ്പോ അതൊക്കെ കൊളാക്കുവോ. ഇനിയിപ്പോ ഓൽക്ക് വിളിച്ചിട്ട് എങ്ങാനും ഇനിയിപ്പോ പോവാനുള്ള ഇതൊക്കെ മാറ്റുവാണാവും. ഈ തൊളക്ക് വരാൻ വേണ്ട നേരം വാതിലുമൊക്കെ ഒന്ന് മുട്ടിയിട്ട് വന്നൂടെ. എന്തിനാ ഞാൻ അങ്ങനെ പേടിക്കണത്. തള്ളന്റെ മകനെ ഞാൻ വരച്ച വരയിലേ നിക്കുള്ളൂ എന്നുള്ളത് എനിക്കറിയാലോ. പ്രേമിച്ച് നടന്നിരുന്ന കാലത്തും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ ഈ കാര്യം. എന്തായാലും തള്ളന്റെ ഈ കളിയൊന്നും എന്റെ അടുത്ത് നടക്കൂല.